കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പഠിക്കാനും ജോലി ചെയ്യാനും നിരവധി പെൺകുട്ടികൾ വന്നു താമസിക്കുന്ന നഗരമാണ് കൊച്ചി. അവിടെ ഇന്ന് പുലർച്ചെ നാടിനെ ഞെട്ടിച്ചൊരു സംഭവം. ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്ന പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ ക്രൂരമർദ്ദനം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ലൈംഗിക ചുവയുള്ള കമന്റ് അടിച്ചത് ചോദ്യം ചെയ്ത പെൺകുട്ടികളെ 2 സ്ത്രീകളടങ്ങുന്ന 8-അംഗ സംഘം വഴിയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിലത്ത് വീണ പെൺകുട്ടികളിൽ ഒരാളുടെ നെഞ്ചിൽ ചവിട്ടേറ്റു. ഇവരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഉച്ചയോടെ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടികളെ മർദ്ദിച്ച ശേഷം പരിഭ്രാന്തരായ സംഘം വേഗത്തിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യപ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. കൊച്ചിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കേസിൽ 11 പേർ ഉള്ളതായി പോലീസ് പറയുന്നുണ്ട്. സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസ് പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുവെന്നും അക്രമം നടന്ന സമയത്ത് എന്തിന് പുറത്തുപോയെന്നും ചോദിച്ചതായും സുഹൃത്ത് ആരോപിച്ചു. നമ്മളെ 2 സുഹൃത്തുക്കളാണ്. ഇവര് വർക്ക് കഴിഞ്ഞിട്ട് ഇവരെ കലൂരിനകത്ത് പുതിയ റോഡ് ചക്കാലപ്പുറം പടം എന്ന് പറയുന്ന റോഡിനകത്ത് ഇവരങ്ങോട്ട് വരുമായിരുന്നു. റൂമിലോട്ട് പോകുമായിരുന്നു. 2 സുഹൃത്തുക്കളാണ്, 2 വനിതാ സുഹൃത്തുക്കളാണ്. അപ്പോൾ റൂമിലോട്ട് പോകുന്ന സമയത്ത് ഒരു 8ഓളം വരുന്ന സംഘം അവിടെ പോകുന്ന വഴിയിൽ അവിടെ തങ്ങി നിന്നവരെ ഒരു സെക്ഷലി ഒരു കമൻ്റ് അടിക്കുകയും അങ്ങനെ അതിനകത്ത് 6 ആൺകുട്ടികളും 2 സ്ത്രീകളാണ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. സെക്ഷലി ഇങ്ങനെ കമൻ്റ് അടിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അവിടെ തടഞ്ഞു നിർത്തി ഒരു സംഘം ചേർന്ന് ആക്രമിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഈ ഒരു കുട്ടിയുടെ മുടി പിടിച്ച് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സെക്ഷലി സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഫോണ് പിടിച്ചിട്ട് ഫോണ് മുഴുവനായിട്ടും നിലത്തെറിഞ്ഞ് 2-3 തവണ നിലത്തെറിഞ്ഞ് മുഴുവനായിട്ടും ഫോണ് തകർന്നു പോയി. ഫോണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അത് കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചിട്ടാണ് ഫോണ് കൈക്കലാക്കുന്നത്. എന്നിട്ട് പിന്നെ കുട്ടിയെ മുടി പിടിച്ചിട്ട് റോഡിലേക്ക് അടിച്ചു, മുടി പിടിച്ചിട്ട് റോഡ് കൂടെ വലിച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കാണിക്കാൻ വേണ്ടി പിന്നെ കുട്ടിയുടെ ഡ്രസ്സ് വലിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ കഴുത്തിന് താഴെയും ചെസ്റ്റിന് മേലെയായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ആക്രമിച്ചതിൻ്റെ നഖത്തിൻ്റെ പാടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ നഗരത്തിനകത്ത് ഇത്തരത്തിലൊരു സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, ഏറ്റവും അവസാനത്തെ ഉദാഹരണം കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇത്രയും വലിയൊരു അപകടം ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോയി. ആദ്യം ഹോസ്പിറ്റലിനകത്ത് ഇവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനകത്താണ് പോകുന്നത്. ജനറൽ ഹോസ്പിറ്റലിനകത്ത് എത്തി അവിടെ പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വരുന്നുണ്ടായി. എൻക്വയറി എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൊരു ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് 4 മണിക്ക് ഈ ഒരു 4:30ക്കാണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത്, 4:30ക്ക് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഈ ഒരു വഴിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട ഈ ഡ്രസ്സാണ് ഇട്ടത്, എങ്ങനെ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കുട്ടിയോട് ചോദിക്കുക, പിന്നെ ഇങ്ങനെ ചോദിക്കുന്നു വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്, പിന്നെ 4:30ക്ക് എന്തിനാണ് പോകുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അത് ഒരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച എന്നുള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നമ്മൾ മാധ്യമ പ്രവർത്തകരടക്കം അതോടൊപ്പം IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ രാത്രി സമയങ്ങളിലും പുലർച്ചെയൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്, താമസ സ്ഥലത്തേക്ക് പോകുന്നവരാണ്. സ്വാഭാവികമായും കൊച്ചി അറിയാം, കൊച്ചി നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു നഗരത്തിലാണ് ഈ രീതിയിലൊരു അതിക്രമം 2 പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നത്. അത് യുവതികളടങ്ങുന്ന സംഘം അവരെ ആക്രമിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ കേസിൽ എത്ര പ്രതികളാണുള്ളത്? നിലവിൽ എത്ര പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. 2 പെൺകുട്ടികൾ, 20ഉം 21 വയസ്സും പ്രായമായിട്ടുള്ള 2 പെൺകുട്ടികൾ, അവർ ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. ഇവർ പഠനം പൂർത്തിയാക്കി ഇന്നലെ രാത്രി അവരുടെ പാർട്ട് ടൈം ജോലി പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെ 4:30 സമയത്തോടുകൂടി അവരുടെ ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു. കലൂർ ഭാഗത്താണ് അവരുടെ ഹോസ്റ്റൽ. ആ പോകുന്ന വഴിയിൽ വെച്ചാണ് ഒരു 10 പേരടങ്ങുന്ന സംഘം, അതിൽ 2 പെൺകുട്ടികളുമുണ്ട്. ആ 10 പേരടങ്ങുന്ന സംഘം ഈ പെൺകുട്ടികളോട്, അതിലൊരു യുവാവ് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ഈ പെൺകുട്ടിയെ പറയുന്നു.
അത് ഈ പെൺകുട്ടി ചോദ്യം ചെയ്തു. അതിൽ പ്രകോപനത്തെ തുടർന്ന് വീണ്ടും പരസ്പരമുള്ള ഒരു വാക്കുതർക്കമായി അതവിടെ മാറുന്നുണ്ട്. ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന, അതായത് അതിക്രമം നേരിട്ട പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത്, ആ പെൺകുട്ടി ഇത് ദൃശ്യങ്ങൾ പകർത്തുന്നു. ഈ മൊബൈൽ ഫോണിൽ ആ ദൃശ്യങ്ങൾ പകർത്തുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ട് പ്രകോപനം കൊണ്ട് മുഖ്യപ്രതിയായിട്ടുള്ള അക്ബറാണ് മുഖ്യപ്രതി. അക്ബർ ഈ ടോം, ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലുള്ളിലാണ്. അവിടെ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ക്യാമറമാനോട് അകത്തേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഉടനെ തന്നെ ഇപ്പോൾ ടോം, എന്തായാലും നമുക്ക് ബാക്കി പറയാം. അതായത് എന്താ സംഭവിച്ചത്, അറസ്റ്റ് ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, നവമി തുടരാം. ടോം, ഇപ്പോൾ പ്രതികളുടെ വിഷ്വൽ എടുക്കാൻ മാധ്യമപ്രവർത്തകർ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. കൊച്ചി DCP ഷഹീർ ഷാ ഇവിടെയുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ പെൺകുട്ടികളെ, 2 പെൺകുട്ടികളെയും അതിലൊരു മുഖ്യപ്രതിയായിട്ടുള്ള വ്യക്തി അക്ബർ എന്നാണ് പേര്. അക്ബർ, ഇവർ പാലക്കാട് സ്വദേശികളാണ്. ഈ പിടിയിലായവരെല്ലാം തന്നെ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളാണ്. ഇതിൽ മുഖ്യപ്രതി അക്ബറാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്, പെൺകുട്ടിയെ ആക്രമിച്ചത്. ആദ്യം ആ മൊബൈൽ ഫോൺ പിടിച്ചു പറിക്കുകയും പിന്നീട് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെ തള്ളി തറയിലിട്ട് ആ കുട്ടിയുടെ വയറ്റിലും നെഞ്ചത്തിലുമൊക്കെ ചവിട്ടുന്നത് നമുക്ക് കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങൾ കാണാം. പെൺകുട്ടികൾ നിലവിളിക്കുന്നത് കേട്ട് ഈ പ്രതികളെല്ലാവരും ഓടി, പലയിടങ്ങളിലേക്കായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് 3 പേരെ പിടികൂടിയത്. അത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളായിട്ടുള്ള അരുൺ, സാബിത്ത് എന്നിവരെ 3 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ 3 പേരും കൊച്ചിയിലെ ഹോട്ടൽ ജീവനക്കാരാണ്. അതായത് ഈ അക്ബർ, മുഖ്യപ്രതിയായിട്ടുള്ള അക്ബർ നടത്തുന്ന ഹോട്ടലിലെ ജീവനക്കാരാണ് ഈ പിടിയിലായ 3 പ്രതികളും. അക്ബർ ഹോട്ടൽ ഉടമയാണ്. ടോം, ഇപ്പോൾ കൊച്ചി DCP ഷഹീർ ഷാ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. എത്ര പ്രതികളെയാണ് പിടികൂടിയത്, ഇനി ബാക്കി പിടികൂടാനുള്ള പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ടോ, അവരെ ഉടനെ തന്നെ പിടികൂടുമോ, അതോടൊപ്പം തന്നെ മറ്റൊരു ഈ പെൺകുട്ടികൾ എന്ത് പറഞ്ഞാൽ, എന്ത് പ്രകോപനത്തെ തുടർന്നാണ് ഇത്രയും വലിയൊരു അതിക്രമം ഉണ്ടായത് എന്നുകൂടി നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.